ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നുകൊടുത്താൽ മനസ്സ് പലപ്പോഴും അശുദ്ധമായ ചിന്താധാരയിൽ കൂടിയും പ്രവർത്തികളിലേക്കും നമ്മെ നയിച്ച് തീരാത്ത ദുഃഖത്തിൻ്റെ കയത്തിൽ നമ്മെ മുക്കിയിടുക സ്വാഭാവികമാണ്. പണം സമ്പാദിക്കാൻ വേണ്ടി ഒരാൾ അക്ഷീണ പ്രയത്നം ചെയ്തു, പലതരത്തിലുള്ള ബിസിനസ് ചെയ്തു, അതിൽ പലപ്പോഴും കാപട്യം നിറഞ്ഞു, അങ്ങനെ കപടത നിറഞ്ഞ് പല ചൂഷണങ്ങൾക്കും വിധേയമായി വലിയ കോടികൾ നേടി അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ആളെക്കൊല്ലി എന്ന് വാക്കനാർ പറഞ്ഞത്. പണം സമ്പാദിക്കാൻ മാത്രമല്ല നമ്മുടെ ജീവിതം. പണം നമുക്ക് ആവശ്യമാണ്, അത് ആവശ്യത്തിന് മാത്രം. ബാക്കി ധാർമ്മികമായ രീതിയിൽ അർത്ഥം സമ്പാദിക്കണം. അല്ലാത്ത അർത്ഥം നമുക്ക് ദുഃഖത്തിനായി മാത്രമേ ഭവിക്കൂ. ആ അധാർമികമായ രീതിയിൽ സമ്പാദിക്കുന്ന അർത്ഥം നമ്മെ തന്നെ നശിപ്പിക്കും. ധാർമ്മികമായ രീതിയിൽ അർത്ഥം സമ്പാദിച്ചാൽ ആ അർത്ഥം സുഖത്തിനായി ഭവിക്കും. ധാർമ്മികമായ രീതിയിൽ അർത്ഥം സമ്പാദിക്കുക മോക്ഷത്തിനായി കാക്ഷിക്കുക എന്നാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഈ ദേഹം വിടുന്നതിന് മുമ്പ് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് താൻ ആ പരമസത്തയാണെന്ന് ബോധിച്ച് പരമമായ നിർവൃതി കൈവരിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യം നേടിയില്ലെങ്കിൽ നമുക്കെല്ലാം വ്യർത്ഥമായിരിക്കും. അതിനാൽ സുഖത്തിനു വേണ്ടിയാണല്ലോ എല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. പക്ഷേ സുഖം കിട്ടുന്നുണ്ടോ? ഒരു കവി പറയുന്നത് കേൾക്കൂ സുഖം നേടുവാനും ദുഃഖം നീക്കിയിടുവാനുമാം ജനങ്ങളേവരും വാരി അശ്രാന്ത പരിശ്രമം. എല്ലാ മനുഷ്യരും അശ്രാന്തമായി പരിശ്രമിക്കുന്നു. എന്തിന്? സുഖം നേടുവാനും, സുഖം നേടാൻ വേണ്ടി, ദുഃഖം നീക്കിയിടുവാനുമായി. സുഖം നേടുന്നതിനും ദുഃഖം നീക്കുന്നതിനു വേണ്ടി അക്ഷീണ പ്രയത്നം ചെയ്യുന്നു. കേൾക്കൂ സുഖം നേടുവാനും ദുഃഖം നീക്കിയിടുവാനുമാം ജനങ്ങളേവരും വാരി ലവിശ്രാന്ത പരിശ്രമം. ഒരു വിശ്രമവുമില്ലാതെ അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ദുഃഖം നീക്കാനും സുഖപ്രാപ്തിക്കും വേണ്ടി. പക്ഷേ അവരുടെ ജീവിതത്തിൽ സുഖം കിട്ടുന്നുണ്ടോ? ഒരിക്കലും കിട്ടുന്നില്ല. കാരണം അവർ സുഖത്തിനായി പല വസ്തുക്കളെയാണ് കണ്ടിരിക്കുന്നത്. സുഖദായകമായി വസ്തുക്കളെ കണ്ടാൽ ഒരിക്കലും ആ വസ്തു നമ്മെ സുഖിപ്പിക്കാൻ അതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യരെന്താ ചെയ്യുന്നത്? ചെയ്വതെന്തെന്നുമെങ്ങും ഫലമോ വിപരീതവും. ചെയ്വതെന്താണ്? എവിടെയും ആരും എന്താ ചെയ്യുന്നത്? ചെയ്വതെന്തെന്നുമെങ്ങും ഫലമോ വിപരീതവും. ആനന്ദരൂപനാമാത്മാ വിങ്കൽ നിന്നകലം വിധം. അനന്തരൂപിയായിരിക്കുന്ന ആത്മാവിൽ നിന്നും അകലുന്ന വിധത്തിലാണ് ഇവിടെ ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. ഈ ഒരു പരമാർത്ഥം നമ്മൾ ബോധിക്കണം. നമ്മൾ സുഖത്തിനായി ചെയ്യുന്നതെല്ലാം ദുഃഖപര്യവസായിയായിട്ടാണ് പരിലസിക്കുന്നത്. അതിനാൽ സുഖദായകം എന്ന് പറയപ്പെടുന്ന വസ്തുക്കൾ യഥേഷ്ടം വാരിക്കൂട്ടി ദുഃഖത്തെ പുൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ സുഖദായകം തൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയാണ്. വസ്തുക്കളോടുള്ള അഭിനിവേശം കുറച്ച് പല ആഗ്രഹങ്ങൾക്കും അന്ത്യം കുറിച്ച് മനസ്സ് സ്വസ്ഥമാക്കുമ്പോൾ പരമമായ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ഉടമയായിരിക്കും നാം ഓരോരുത്തരും. ഈ സത്യമാണ് നമ്മൾ ബോധിക്കേണ്ടത്. കേൾക്കൂ സുഖം നേടുവാനും ദുഃഖം നീക്കിയിടുവാനുമാം ജനങ്ങളേവരും വാരിൽ അവിശ്രാന്ത പരിശ്രമം.
ചെയ്വതെന്തെന്നുമെങ്ങെങ്ങും ഫലമോ വിപരീതമാം. എവിടെയും എല്ലാവരും ചെയ്യുന്നത് എന്താ അതറിയില്ല അവർക്ക്. ചെയ്യുന്നതൊക്കെ വിപരീതമായ ഫലമാണ് കിട്ടുന്നത്. ചെയ്വതെന്നെന്നുമെങ്ങെങ്ങും ഫലമോ വിപരീതവും ആനന്ദരൂപനാമാത്മാവിങ്കൽ നിന്നകലും വിധം. ആനന്ദരൂപമായിരിക്കുന്ന ആത്മാവിൽ നിന്നും അകലുന്ന വിധത്തിലാണ് നാം ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ. കാരണം വിഷയവസ്തുക്കളെ ആശ്രയിച്ചാൽ ആത്മാവിനെ മറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ സത്യം ബോധിക്കാൻ നമ്മൾ വിഷയങ്ങളിലുള്ള അഭിനിവേശം കുറച്ച് നമ്മുടെ മനസ്സിനെ ഈ പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന, ഇതിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ആ പരമേശ്വരനെ നിരന്തരം സ്മരിക്കുക. നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രമേ അതിനെ അറിയാൻ സാധിക്കുകയുള്ളൂ.